ഹലോ ഗൈസ്, അങ്ങനെ പെരുന്നാളിൻ്റെ തലേന്ന് വീട്ടിൽ പോയ വീഡിയോ ആണ്. പെരുന്നാളിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇവർ രണ്ടാളും എന്നെ യാത്ര അയക്കുന്നത് വരുമ്പോൾ ബിരിയാണിയൊക്കെ കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്തായാലും ഞാൻ ഹൂബറൊക്കെ ബുക്ക് ചെയ്ത് വൈകിട്ടായിരുന്നത് കൊണ്ട് തന്നെ ഹൂബർ ബുക്ക് ചെയ്തുകൊണ്ട് വൈറ്റിൽ ചെന്നിട്ടാണ് ബസ് കയറുന്നത്. അങ്ങനെ വൈറ്റിലേക്ക് ചെന്ന് അവിടെ നിന്ന് കറക്റ്റ് സമയത്ത് എനിക്ക് ബസ്സൊക്കെ കിട്ടി. വീട്ടിലെത്തി ഞാനും പൊന്നും കൂടെ ഒരു മൂവിക്ക് പോയേ. ദൃശ്യം 3 കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് കൂട്ടിനാരെയും കിട്ടാത്തതുകൊണ്ട് പൊന്നുവിനെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു തട്ടുകടയിൽ കയറിയത്. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പെരുന്നാളിന് എൻ്റെ ഉമ്മ എല്ലാം വെച്ചുണ്ടാക്കി. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു കട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പാത്തും ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. സാധാരണ എൻ്റെ അനിയത്തിയൊക്കെ മക്കളും വരാറുള്ളതാണ്. ഇപ്രാവശ്യം അവരൊന്നും എത്തിയില്ല. ഞങ്ങൾ മാത്രമുള്ള ഒരു പെരുന്നാളായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും മുത്തേട്ടനും സംഘവും എത്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും പാത്തും മേമാൻ്റെ അവിടേക്ക് പോയി. അവിടെ 1-2 വീട്ടിൽ ഫുഡ് കൊടുക്കാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് പോരേണ്ടി വന്നു. അവർക്കുള്ള ബിരിയാണിയായിട്ട് എനിക്ക് വരണമല്ലോ. അങ്ങനെ ഷിനാജ് എന്നെ ബസ്സൊക്കെ കയറ്റി വിടാൻ വന്നു. അങ്ങനെ പോണ വഴിയാണ് ഇത് എൻ്റെ വീട് വെക്കുന്ന സ്ഥലം. എനിക്ക് റോട്ടിൽ നിന്ന് ദൂരെ കാണാനേ ഇപ്രാവശ്യം യോഗം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നിനും ടൈമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ ബസ് കയറാൻ വന്നപ്പോൾ ഭയങ്കര മഴ. ഞങ്ങളവിടെ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴ. അത് കഴിഞ്ഞ് നേരെ പാലക്കാട് എത്തി. പാലക്കാട്ടിൽ നിന്ന് നേരെ ബസ്സൊക്കെ കിട്ടി. കറക്റ്റ് എറണാകുളം എത്തിയപ്പോഴേക്കും ലേറ്റായി. അവർ ഞാൻ ബിരിയാണി കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.